കൗച്ച് എന്ന് പറയുന്നുള്ള ഒരു സംഭവം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് സിനിമയിൽ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും. മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. മാന്യന്മാർക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, ഇവനൊക്കെ പോലീസിൽ ഏൽപ്പിക്കണം. ബ്രെയിൻ വാഷ് ചെയ്യാൻ കുറെ ആളുകൾ ഉണ്ടായിരിക്കും, കുറെ മാനേജേഴ്സ്, ഇവര് എന്നൊക്കെ പറഞ്ഞ് പല പല തലങ്ങളുണ്ടല്ലോ സിനിമയിൽ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിന്തപ്പേരുണ്ടാക്കുന്നത്. പറയാൻ പറ്റും. അങ്ങനെ നഷ്ടപ്പെട്ട സിനിമകളെ ഓർത്തിട്ട് ഹണി റോസിന് യാതൊരു ഒന്നുമില്ല. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായർ. ഇവിടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അതൊരിക്കലും നമുക്കൊരു എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ഒരു 6-7 പക്ഷെ വർഷം. ഹണിയുടെ മോൻ കാണുമ്പോൾ, ആ ചിരിയെ കാണുമ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിളേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഉള്ളിലൊരു കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ കാര്യത്തിലൊന്നുമില്ല. അയ്യോ, ഇതൊന്നും വലിയ സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. ഒത്തിരി ആളുകളുണ്ട് നമ്മളെ വഴിതെറ്റിക്കാനും ഒത്തിരി മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. എല്ലാരോടും ഇല്ല സാർ, പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം.